ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷിഫൂസ് കിച്ചൻ ടൂറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മത്തി മുളകിലിട്ടതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയതാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മത്തി എടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. 1 കിലോ മത്തിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ മത്തിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് വാളംപുളി എടുത്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് മുമ്പ് ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തതാണ്. പിന്നെ ഒരു 1/4 സ്പൂൺ ഉലുവയും 1/4 സ്പൂൺ കടുകുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1.5 വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറിയ ഉള്ളി ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ നമ്മുടെ മത്തി മുളകിലിട്ടത് റെഡിയാക്കുന്നത്. ഇനി നമുക്ക് ചൂടായ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് കടുകും ഉലുവയും ഇട്ട് കൊടുക്കാം. മൺചട്ടിയിലാണ് ഞാനിപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡിയാക്കാൻ പോകുന്നത്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കടുകും ഉലുവയും പൊട്ടി വരുമ്പോൾ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വലിയ ഉള്ളി ഇട്ട് കൊടുക്കാം. വലിയുള്ളി ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. നമ്മൾ ഒട്ടും കട്ടിയില്ലാതെ കട്ട് ചെയ്തെടുക്കണം, എങ്കിലേ നമുക്ക് പെട്ടെന്ന് വഴണ്ടിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പം നിങ്ങൾ ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം, എങ്കിലേ നമ്മുടെ ഉള്ളി പെട്ടെന്ന് വഴണ്ടി വരുള്ളൂ. ഇനി നമ്മുടെ ഉള്ളി വഴണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാക്കിയുള്ള തക്കാളിയും ചെറിയുള്ളിയും പച്ചമുളകും എല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും ഒക്കെ ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ലതുപോലെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 2.5 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ 2.5 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടിയൊക്കെ നിങ്ങളെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളക് ഇട്ടിരുന്നു, അതുകൊണ്ടാണ് ഞാൻ 2.5 സ്പൂണ് മുളകും പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പുളി ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. നമ്മൾ ആ പുളിയുടെ ചണ്ടി അതിലേക്ക് ഇടുന്നില്ല. ഇനി നമുക്ക് കുറച്ചും കൂടെ വെള്ളമാക്കിയിട്ട് നമുക്ക് നമ്മുടെ പുളി ഒന്നും കൂടെ പിഴിഞ്ഞെടുക്കാം. നമ്മൾ ഈ ചണ്ടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒഴിവാക്കാം. ഇത് നമ്മൾ നമ്മുടെ കറിയിലേക്ക് ഇടുന്നില്ല. ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മളെ മസാലയും എല്ലാം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള മത്തി മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അപ്പം നമ്മുടെ മത്തി ഇവിടെ മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ പാകത്തിലുണ്ടോ എന്നുള്ളത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് പാകമായിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിലുള്ള വെള്ളം വറ്റിച്ചെടുക്കാം. കറിയോട് കൂടെ വേണമെന്നുള്ളവർക്ക് വെള്ളം വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മീൻ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പം ഞാൻ ഇതിലുള്ള വെള്ളം വറ്റിച്ചെടുക്കുകയാണ്. അപ്പം നമ്മുടെ മീനൊക്കെ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ കറി കഴിക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് കുറച്ചും കൂടെ വെള്ളം വറ്റിച്ചെടുക്കാം. അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ മൺചട്ടിയിൽ വെച്ച മീൻകറി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ മീൻകറി ഒന്ന് തണുത്ത് കഴിയുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട്